ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പൂനാലോഡിലെ വന്ന ചെടികളെ നിങ്ങളെ കാണിച്ചു തന്നു, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ചെടികളും ഇറങ്ങി തീർന്നിട്ടില്ല, ഇനിയും ഇറങ്ങാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സിൽ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഒരു വെറൈറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നിങ്ങളെ കാണിച്ചു തരാം. എന്താണ്, മഴ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മഴയുണ്ട്, നല്ല അത്യാവശ്യം മഴയുണ്ട്, കിട്ടുന്നുണ്ട്. അതാണ് ഇന്ന് കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പോളിഹൗസിലോട്ട് കയറാം, പ്ലാന്റ്സ് കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഈ ഒരു സ്റ്റാൻഡ് ഫുള്ള് നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ കാണിച്ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുമ്പേ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റമാണ്. ഏതാണ്ട് ഇത്രയും ഫിനിഷ് ആയിട്ടുണ്ട് ഇന്ന് തന്നെ. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളതിൽ ഒരു ഐറ്റമാണ് ഇത് ലെഡബോറ. നല്ല ബഞ്ചായിട്ടുള്ളൊരു പ്ലാന്റാണ്, ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ്. ഇതാണ് വന്നിട്ടുള്ളതിൽ ഒരു ഐറ്റം ലെഡബോറ. അത് വളരെ കുറച്ച് നമ്പർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ. ലെഡബോറയുടെ തന്നെ ഹാങ്ങിങ് നമ്മൾ ഇതിന് മുമ്പ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ഇപ്പോഴും അവൈലബിൾ ആണ്. അതും വളരെ കുറച്ച് പ്ലാന്റ്സേ അതും ഇനി ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഇന്നലെ വന്ന പൂനാലോഡിലെ പ്ലാന്റ്സ് മാത്രമാണ്. ബാക്കിയുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതല്ലാതെയുള്ള പ്ലാന്റ്സും നിങ്ങൾക്ക് വരും വീഡിയോസിൽ കാണിച്ചു തരാം. ഇന്നലെ ഇറങ്ങിയ പ്ലാന്റ്സ് സെറ്റാക്കിയിട്ടില്ല, ബെഡാക്കിയിട്ടില്ല, ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബാക്കിയുള്ള പ്ലാന്റ് ഇതുണ്ടോ, ഇംഗ്ലീഷ് ഐവി വേരിയേഷനാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല ബഞ്ച്ഡ് ഐറ്റമാണ്. അപ്പോൾ ഇതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഈ ഒരു ഐറ്റവും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഐറ്റം. ഇതെല്ലാം ബെഡ് ആക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇന്നലെ ലോഡ് വന്നതുകൊണ്ട് ഇന്ന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. വന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഒരുവിധം സ്റ്റോക്ക് ഔട്ടായി. ഇനി അടുത്ത ഇത് ബെഡാക്കാൻ അത്രയും സമയം എടുത്തത് കൊണ്ടാണ് ഫൈക്കസിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള അടുത്തൊരു പ്ലാന്റ്. ഇതും ഇന്നലെ വന്ന ലോഡിലുള്ള ഐറ്റമാണ്. ഇതും ബെഡാവാൻ പോകുന്നതേ ഉള്ളൂ. ഇതും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മിനി ജെയ്ഡ് ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മിനി ജെയ്ഡ് അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്, വേരിഗേറ്റഡ് മിനി ജെയ്ഡ്. ഇതും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ അടുത്ത വന്നിട്ടുള്ളത് നമ്മുടെ അഡീനിയം റീസ്റ്റോക്ക് ആകുമ്പോൾ ഫോട്ടോ ഇടണേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അഡീനിയം റീസ്റ്റോക്ക്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കസ്റ്റമർ ഏതാണ്ടൊരു 150ഓളം അഡീനിയംസ് കൊണ്ടുപോയി. അഡീനിയം വരുന്ന സമയം ഫ്ലവറിന് ചെറിയൊരു വാട്ടം ഉണ്ടാവും, എങ്കിലും നല്ല പ്ലാന്റാണ്. നല്ല ബുഷി ആയിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് ആണ്. 2 ദിവസം ഇരിക്കുമ്പോൾ ഫ്ലവറും ബഡ്സും ഒക്കെ റെഡി ആയിക്കോളും. അതും ഇങ്ങനെ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് പ്ലേസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അഡീനിയവും ഇന്നലെ വന്നിട്ടുള്ള പൂന ലോഡിൽ പെടുന്ന ഒരു ഐറ്റമാണ്. നല്ല പ്ലാന്റ്, അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അഡീനിയം പ്ലാന്റ്സ് താഴേന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അഡീനിയംസും നമ്മളിപ്പോൾ ഇൻഡോർ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. നല്ല ഫ്ലവറായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം. നല്ല വെറൈറ്റീസ് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. വൈറ്റ് ബഡ് വരുന്നത് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു പ്ലാന്റാണ്. ആ വൈറ്റ് ബഡ് പ്ലാന്റും വന്നിട്ടുണ്ട്. നല്ല ഫ്ലവറും ബഡോട് കൂടിയ അഡീനിയം നല്ല പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾക്ക് നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റംസ് ഈ ലോഡിൽ എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നാളെ കാണിച്ചു തരാമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കലേഡിയം നല്ല റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ്. കലേഡിയം ഇന്നലെ നിങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ താഴത്തെ പോളിഹൗസിലായിരുന്നു സെറ്റ് ചെയ്തത്. അത് ലോഡ് ഇറങ്ങുന്ന സമയം എവിടെയാണോ പ്ലേസ് ഉള്ളത് അവിടെ സെറ്റാക്കും. ഇപ്പോൾ അതിന് ഇരിക്കാനൊരു നല്ലൊരു സ്പേസ് നമ്മളുണ്ടാക്കി അതിന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഏതാണ്ട് കുറച്ച് കലേഡിയംസ് പോയിട്ടുണ്ട്. നല്ല യെല്ലോ കലേഡിയം, നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്. കുറച്ച് നനവ് കുറവുണ്ടെന്ന് തോന്നുന്നു, അതാണ് ഒരു വാട്ടം. റെഡി ആയിക്കോളും. അതാണിത്. ഇനിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക്
വന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2-3 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. 3-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. 4ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഐറ്റം ഇപ്പോൾ വരുന്നത്. ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് വരുന്നത് ഗോൾഡൻ ഡ്രാഗൺ എന്നാണ്. ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്, നല്ല ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഡിമാൻഡ് കുറച്ച് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ടൈമിനേക്കാളും അതിൻ്റെ വിലയൊന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ എടുത്തപ്പോൾ വന്ന ആ ഒരു വ്യത്യാസമാണ് ഇപ്പോഴും. എടുത്തപ്പോൾ ആ ഒരു വ്യത്യാസം വന്നു. ആ ഒരു റേറ്റ് വ്യത്യാസം നമ്മുടെ ഗാർഡനിലും ഉണ്ടാവും. നല്ല രീതിയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മുന്നേ എടുത്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം. നല്ല പ്ലാന്റാണ്, നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഗോൾഡൻ ഡ്രാഗൺ എന്ന പേര് വരുന്ന നമ്മുടെ മിൽക്കിയുടെയൊക്കെ ഒരു ഇനം, ബാംബു ഇനത്തിൽ പെടുന്ന തന്നെയാണ്. നല്ലൊരു പ്ലാന്റ്, വളരെ ഡോർഫ് വെറൈറ്റി വരുന്ന നല്ല ബുഷിയായിട്ടുള്ള നല്ല പ്ലാന്റ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞ നമ്മുടെ പ്രീമിയം ഒരു ഐറ്റം ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ പിറ്റോണിയാസും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീനുണ്ട്, റെഡുണ്ട്. ഈ 2 ഐറ്റം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലെ വന്ന ലോഡിൽ ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ ലോഡിൽ വന്നിറങ്ങിയ ഐറ്റംസ്. താഴെ ഇംഗ്ലീഷ് ഐവിയും ഇതുമൊക്കെ റീസെറ്റ് ആവുന്നേ ഉള്ളൂ, ബെഡ് ആവുന്നതേ ഉള്ളൂ. അത് ബെഡായതിന് ശേഷം ഇനിയുള്ളൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ ഇന്നലെ വന്ന പൂന ലോഡിൽ എല്ലാ ഐറ്റംസും കാണിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമ്മൾ അടുത്ത ലോഡ് വരുന്നതെന്ന് പറയാമോ? പൂന ലോഡ് ഒരു 7 to 8 ഡേയ്സിൽ വരും. വേറെ ഏതെങ്കിലും നോക്കണം. ഇപ്പം അത്യാവശ്യം എല്ലാ പ്ലാൻസും ഫില്ലായാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ പുതിയ ലോഡുകളും പ്ലാൻസും ഒക്കെ വരും. അതെല്ലാം നിങ്ങളെ നമ്മൾ കാണിക്കും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ പുതിയ വെറൈറ്റി പ്ലാൻസും നമ്മുടെ നഴ്സറിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, പ്ലാൻസ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.newbeenanursery.com എന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഓക്കെ, ബൈ.